കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തുയേശുവിന് ഏറ്റവും പ്രിയങ്കരായ കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹ വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ധ്യ ഇടവകയുടെ ചരിത്രത്തിൽ കൂടി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പകൽക്കാലത്ത് നമ്മളോടൊപ്പം ഉറങ്ങിയ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഉറങ്ങിയ പലരും ഇന്ന് പ്രഭാതം കാണാതെ മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര നിസ്സാരമാണെന്ന് നമ്മൾ വിചാരിക്കും ആ വാക്കുകളൊക്കെ. എന്നാൽ സത്യമായിട്ടും നമ്മളെല്ലാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. കഴിഞ്ഞ കാലത്തെ ഈ മീറ്റിങ്ങുകളിലൊക്കെ സംബന്ധിച്ച് എത്രയോ പേര് നമ്മുടെ അടുത്ത് വലത്തൊക്കെ ഇരുന്ന് എത്രയോ പേര് നമ്മളെക്കാൾ യോഗ്യതയുള്ളവരായിരുന്നു. വിദ്യാഭ്യാസപരമായും കുടുംബപരമായിട്ടും ആരോഗ്യപരമായും ഒക്കെയാണ് നമ്മളെക്കാൾ മുൻപിലായിരുന്നിട്ട് പോലും കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ എത്രയോ പേര് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. ഒരു വർഷം കൂടെ നമ്മളെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുകയാണ്. ഈ നിർത്തിയിരിക്കുന്നത് തമ്പുരാൻ കർത്താവിന്റെ കൃപയല്ലാതെ മറ്റൊന്നുമല്ല. ഒരു നോമ്പുകാലത്തിന്റെ വാതിൽപ്പടിയിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് അമ്മമാരെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാലമാണിത്. രാവിലെ എഴുന്നേറ്റ് ജനൽ തുറന്ന് നോക്കുമ്പോൾ മുറ്റം നിറയെ ഉണങ്ങിയ കരിയിലാണ് അല്ലേ? അപ്പൊ അത് കഴിയുമ്പോൾ അപ്പൻ ചോദിക്കും, ഒരാഴ്ചയായോ ഈ പെരുകയോ ഒക്കെ തൂത്തിട്ട്. അപ്പൊ പറയും നമ്മൾ ഇന്നലെയും കൂടെ. അപ്പൊ ഈ കാലം ഈ ഇല പൊടിച്ച് കാണിക്കുന്നത് എന്തിനാണെന്ന് അറിയുമോ? ദൈവത്തിന്റെ സൃഷ്ടികളിൽ വളരെ ഒന്ന് മാത്രമായ മരങ്ങൾ പോലും കാലത്തോട് കാലം ചേരുമ്പോൾ അതിന്റെ പഴുത്ത ഇലയെ പൊഴിച്ചു കളയും. ഈ വൃക്ഷത്തിനൊരു പ്രതീക്ഷയുണ്ട്. എന്താണ്? ഒരു നല്ല കാലം അതിനുടനെ വരും. ഒരു മഴ പെയ്യുമ്പോൾ ഈ സീസൺ ചേഞ്ച് ആയി കഴിയുമ്പോൾ ഇതിൽ പുതിയ തളിർപ്പുകൾ ഉണ്ടാകും. തളിർപ്പുകൾ ഉണ്ടാകാൻ തടസ്സമായി നിൽക്കുന്ന ഈ പഴുത്ത ഇലകളെ പൊഴിച്ചു കളയുക എന്നത് വൃക്ഷം തന്നെത്താൻ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യമാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, വിശ്വാസികളായ നാമും ജീവിതത്തിന്റെ ഓട്ടത്തിൽ പല പഴുത്ത സ്വഭാവങ്ങൾക്കും അടിമകളായിട്ടുണ്ട്. പല പഴുപ്പുകളും എന്റെയും നിങ്ങളുടെയും കുടുംബ ബന്ധങ്ങളിലുണ്ട്. പല പഴുപ്പുകളും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. പല വിശുദ്ധിയില്ലായ്മയും നമ്മുടെ കാര്യങ്ങളിലുണ്ട്. നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യമായിരിക്കാം ഒരുപക്ഷെ പഴുപ്പ്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷെ വേറൊരാളിനെ അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കും. എന്ത് തന്നെയാണ് എന്റെ ജീവിതത്തിലെ പഴുപ്പെന്ന് തിരഞ്ഞെടുത്ത് നമ്മളിലെ പഴുത്ത ഇലകളെ പൊഴിച്ചു കളയുവാനും പുതിയ തളിർപ്പുകൾക്ക് വേണ്ടി കാത്തിരിക്കാനുമാണ് ഓരോ നോമ്പുകാലവും നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളിലെ പഴുപ്പുകളിലേക്ക് ഒരു നോട്ടം, പഴുപ്പുകളെ അടർത്തിക്കളഞ്ഞ് ഒരു പുതിയവയെ ഉണ്ടാക്കുവാൻ വേണ്ടി നോമ്പ് നോറ്റ് കാത്തിരിക്കുന്ന ഒരു വിശ്വാസികളുടെ സമൂഹം. നോമ്പിനെ കുറിച്ച് പറയാറുണ്ട്, നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവായ സാത്താന് നേരെയുള്ള തോൽക്കാത്ത ആയുധവുമാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇത് പരീക്ഷകളുടെ കാലമാണ്. പരീക്ഷ ഇല്ലായിരുന്നെങ്കിൽ എന്തു നന്നായാലും മമ്മി എന്ന് ചോദിക്കാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത ഒരു കുഞ്ഞു പോലുമില്ല. അപ്പോഴാണ് യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. 5-ാം ക്ലാസ്സിലെ പരീക്ഷ സഹിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ എങ്ങനെ 6-ാം ക്ലാസ്സും 7-ാം ക്ലാസ്സും ഒക്കെ കടന്ന് 10-ാം ക്ലാസ്സിലെത്തും? അല്ലെ? ഈ പരീക്ഷകൾ നമ്മളെ ഉയരത്തിലേക്ക് നടത്തുന്നതാണ്. അങ്ങനെ ഈ നോമ്പുകാലം ഒരു പരീക്ഷണങ്ങളുടെ കാലമാണ്. നമ്മളിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാലമാണ് നോമ്പുകാലം. നമുക്കറിയാം, വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ പരിശോധിച്ചാൽ മോശ നോമ്പ് നോറ്റു. മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ കയ്യിൽ കൽപ്പനകൾ എഴുതിയ കൽഫലകമുണ്ടായിരുന്നു. അത് നിൽക്കട്ടെ, അതിനേക്കാൾ ഉപരിയായി മോശയുടെ മുഖം മൂടുപടം കൊണ്ട് മൂടിയിരുന്നു. കാരണം തേജസ്വിയായ ദൈവത്തിന്റെ പ്രകാശത്തെ ഏറ്റുവാങ്ങിയ മോശയുടെ പ്രകാശം ജ്വലിച്ചിരുന്നു. ഓരോ നോമ്പുകാരനും അറിയേണ്ടത്, നോമ്പിന്റെ ഓരോ ദിവസങ്ങളിലും കർത്താവേ, എന്റെയും എന്റെ ജീവിതത്തിലെയും എന്റെ കുടുംബത്തിലെയും പഴുപ്പിലേക്ക് അടർത്തിക്കളയുവാനും നോമ്പ് കഴിഞ്ഞ് 40 ദിനം ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിലും ദൈവത്തിന്റെ തേജസ് വിളങ്ങണം. ഏലിയാവ് നോമ്പ് നോറ്റു. ഉയരത്തിൽ നിന്ന് അഗ്നിരഥം ഇറങ്ങി വന്ന് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിനു മുൻപ് ഏലിയാവ് നോമ്പ് നോറ്റ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കാനും അടയ്ക്കാനുമുള്ള ഒരു ശക്തി
ശക്തി ഏലിയാവിന് ദൈവസന്നിധിയിൽ നിന്ന് സാധ്യമാകുകയാണ്. മൂന്നാമതായിട്ട് ഏലിയാവിന്റെ ജീവിതത്തിൽ മത്സരികളുടെ മുൻപിൽ അടയാളം നിൽക്കുവാൻ തക്കവണ്ണം ഏലിയാവ് നോമ്പിനാൽ ജ്വലിക്കപ്പെടുകയാണ്. മൂന്നാമതായിട്ട് ഹാനനീയ പൈതങ്ങൾ നോമ്പ് നോറ്റു എന്ന് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3 പൈതങ്ങളെ തീച്ചുളയിലേക്ക് എറിഞ്ഞു. എന്നാൽ ഈ പൈതങ്ങളാകട്ടെ ബാബിലോണിയ പ്രവാസകാലത്ത് നെബൂഖദ്നേസർ രാജാവിന്റെ നാട്ടിലേക്ക് പിടിക്കപ്പെട്ടവരാണ്. രാജാവിന്റെ മേശയിൽ മേൽത്തരമായ ഭോജനങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും വേണ്ട എന്ന് പറഞ്ഞ് തങ്ങളെ തന്നെ മലിനമാക്കാത്ത കുഞ്ഞുങ്ങളായിരുന്നു. അവർ തീയിലേക്ക് എറിയപ്പെട്ടില്ല എന്നല്ല, എറിയപ്പെട്ടുവെങ്കിലും തീയിൽ 4ാമനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചവരാണ്. നോമ്പുകാരായ, പ്രാർത്ഥിക്കുന്നവരായ, വിശ്വാസത്തിൽ വളരുന്നവരായ നമ്മുടെ ഒന്നും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുകയില്ല എന്നല്ല, തീ ചൂളയുടെ അനുഭവത്തിൽ നാം ഇറങ്ങി വരുമ്പോൾ 4ാമനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അതിനാൽ മക്കളെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ നാം ഓരോരുത്തരും നോമ്പ് നോക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുക മാത്രമല്ല, കാട്ടിക്കൊടുക്കുവാൻ നാം തന്നെ മാതൃകയാകണം. ലെന്റ് എന്നാണ് നോമ്പ് എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് പദം. ലെന്റ്, LENT, ലെന്റ്. ഇങ്ങനെ പറയും, ലെറ്റ് us eject or eliminate our negative thoughts എന്നാണ്. Let us eject or eliminate our negative thoughts. നമ്മളിലുള്ള നിയന്ത്രിക്കാൻ വയ്യാത്ത നെഗറ്റീവായ വികാരങ്ങളെ, നെഗറ്റീവായ ചിന്തകളെ, നെഗറ്റീവായ പെർസ്പെക്റ്റീവുകളെ, നെഗറ്റീവായ ആറ്റിറ്റ്യൂഡുകളെ ഒക്കെ ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ. എലിമിനേറ്റ് ഇപ്പൊ എല്ലാവർക്കും അറിയാം. കാരണം ടിവിയിൽ എലിമിനേഷൻ റൗണ്ടുകളിൽ 10 പേരുണ്ടെങ്കിൽ 5 പേര് ഔട്ട് ആവുന്നതൊക്കെ കണ്ട് എലിമിനേഷൻ എന്താണെന്നൊക്കെ നമുക്കറിയാം. പുറത്തുള്ള നമ്മളിലുള്ള ദൈവത്തിൽ കൊള്ളാത്ത പഴുത്തതിനെയെല്ലാം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമല്ലോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആരും തന്റെ മുറിവിലെ പഴുപ്പിനെ ഞെക്കിക്കളയുന്നില്ല, അവർ മരുന്നും ലേപനവും എണ്ണയും ഒഴിച്ച് കെട്ടുക മാത്രമാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും പാട്ടുകാരനോടൊപ്പം പാട്ട് പാടുമ്പോൾ നല്ല താളബോധമുണ്ടെങ്കിൽ കൈയടിച്ച് പാട്ടുപാടി വിശ്രമിച്ച് തിരിച്ച് വചനം കേട്ട് വീട്ടിലേക്ക് പോയി വീണ്ടും പഴുപ്പിന്മേൽ പഴുപ്പായി ജീവിതം മുന്നോട്ട് പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് കർത്താവ് നമുക്ക് ഒരുക്കി തരുന്ന ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച്, കർത്താവെ, സത്യമായിട്ടും എന്റെ ജീവിതത്തിലെ പഴുപ്പിനെ മാറ്റണം. നമ്മുടെ കർത്താവ് നോമ്പ് നോറ്റു, ആകൽക്കരസായെ ജയിച്ചു എന്നാണ് പറയുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ, വിശുദ്ധ മത്തായി 4-ാം അധ്യായത്തിന്റെ തുടക്കം തന്നെ, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്നാണ് തുടങ്ങുന്നത്. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു എന്ന് പറയുന്നുണ്ട്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. നമുക്കറിയാം, നമ്മുടെ കർത്താവ് 40 ദിവസം മരുഭൂമിയിൽ നോമ്പ് നോക്കി. 40 ദിവസം നമ്മുടെ കർത്താവ് മരുഭൂമിയിൽ നോമ്പ് നോക്കി. തന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആ വലിയൊരു മാറ്റത്തിലേക്ക് കർത്താവ് തന്നെ തന്നെ ഒരുക്കുന്ന, ദൈവപുത്രനായിരുന്നിട്ടും തന്നെ തന്നെ ഒരുക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. 40 ദിവസം ഉപവാസത്താലും നോമ്പിനാലും ദൈവപുത്രൻ തന്നെ തന്നെ മാതൃകയാക്കി നമ്മുടെ മുൻപിൽ തന്നിരിക്കുക. ദൈവത്തിന്റെ പുത്രന് പോലും ഉപവസിച്ച് നോമ്പ് നോക്കണമെന്ന് അറിയാമെങ്കിൽ സൃഷ്ടിയായ നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ലേ? നോമ്പ് നോറ്റ് ഉപവസിച്ചിരുന്ന ദൈവത്തിന്റെ പുത്രന്റെ അടുക്കിലേക്ക് സാത്താൻ വന്ന് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കി തീർക്കുക. കർത്താവ് മറുപടിയായിട്ട് പറയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടാണ്. രണ്ടാമത് വീണ്ടും സാത്താൻ ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തിയിട്ട് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാകുന്നുവെങ്കിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുക. കർത്താവ് എന്താ മറുപടി പറഞ്ഞേ? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. മൂന്നാമത് വീണ്ടും പറഞ്ഞു, നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം നിനക്ക് ഞാൻ തരാം. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ഈ 3-നും കർത്താവ് മറുപടി പറഞ്ഞപ്പോൾ 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്ന്. ദൂതന്മാർ അടുത്തു വന്ന് ശുശ്രൂഷിച്ചു, പിശാച് അവനെ വിട്ടുപോയി. ഇന്നും
ഈ 3 കാര്യങ്ങൾ മാത്രമാണ് നമ്മളെയും പിശാച് പരീക്ഷിക്കുന്നത്. ഒന്നാമത്തേത്, അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് നമുക്കറിയാം. പക്ഷേ 2 തലമുറയ്ക്ക് ഉണ്ടാക്കി വെച്ചാലും നമുക്കാർക്ക് ഉറങ്ങാൻ യാതൊരു സമാധാനവും, വീണ്ടും 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 ഏൺ ചെയ്യണം, സമ്പാദിക്കണം 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 എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആദ്യം പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ഭൂമിയിൽ ജീവിക്കാൻ പഠിക്കണം. 2 പറയുന്നുണ്ട്, നീ മോളിൽ നിന്ന് താഴോട്ട് ചാടാൻ. നമ്മളും അത്ഭുതം കാണാനായിട്ട് ജീവിക്കുന്നവരല്ലേ? കർത്താവേ, അത്ഭുതം പറ, എന്റെ ജീവിതത്തില് അനുഗ്രഹിക്കാൻ ഞാൻ നിന്നെ പറ. ആ അത്ഭുതങ്ങൾ കാണാൻ, പല അത്ഭുതങ്ങൾക്കും വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നീ ഒന്ന് നോക്ക്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്, പരീക്ഷിക്കരുത്. മൂന്നാമത് വീണ്ടും പറയുന്നുണ്ട്, നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഞാൻ എല്ലാം നിനക്ക് തരാമെന്ന്. പലപ്പോഴും ഈ ലോകത്തിൽ ലഭിക്കാവുന്ന എല്ലാം ലഭിക്കാൻ വേണ്ടി ഏത് സ്ഥലങ്ങളിലും താഴേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കാനും താഴേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും തലമുറയുടെ മുന്നിൽ മാതൃകയാകാതെ നമ്മൾ പലപ്പോഴും ലോകത്തിന്റെ പ്ലഷേഴ്സിന്റെ മുന്നിൽ വീഴുമ്പോൾ കർത്താവ് നമ്മളെ നോമ്പ് നോക്കി വിജയിച്ചവനായിട്ട് പറയാം, നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റൊന്നിനെയും നീ, ഈ ലോകത്തിലെ ഒന്നിനെയും നീ ആരാധിക്കരുത്. നീ ഉണ്ടാക്കുന്ന സ്വത്തിനെയോ നീ സമ്പാദിക്കുന്ന ലോക സുഖങ്ങളെയോ നീ കാണാൻ ആഗ്രഹിക്കുന്ന അത്ഭുതത്തെക്കാൾ ഉപരിയായിട്ട് നിന്റെ ദൈവത്തെ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഈ കാലത്തെ നീ വേർതിരിക്കണം. ദൈവസഭയിൽ കൂടുതൽ സമയം നിശ്ചയിക്കാൻ. ഈ മരങ്ങൾ ഇലകളെ പൊഴിച്ച് പച്ചയായി ചില പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. കാറ്റടിക്കുന്നുണ്ട്, ഉഷ്ണ കാറ്റടിക്കുന്നുണ്ട്. ഇലയില്ലാത്ത മരത്തിന് നിൽക്കാൻ വയ്യ. എങ്കിലും മരത്തിന് ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഒരു വൃക്ഷമായിരുന്നാൽ അതിനൊരു പ്രത്യാശയുണ്ട്. ഒരു വെള്ളം അതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അതിൽ വേര് വരും, അതിന് തളിരുണ്ടാകും, അത് വീണ്ടും ഇലകൾ പുറപ്പെടുവിക്കുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യാശ വേണം. ആ പ്രത്യാശയുടെ തുറമുഖത്തേക്ക് നമ്മളെ എത്തിക്കുവാൻ വേണ്ടി ഈ നോമ്പുകാലങ്ങൾ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മളിവിടെ വായിച്ചു കേട്ടു. ഇങ്ങനെയാണ് അത് പറയുന്നത്. ഒരിക്കൽ എലീശ പ്രവാചകന്റെ ഒരു ശിഷ്യൻ മരണപ്പെടുകയാണ്. എലീശ പ്രവാചകന്റെ ശിഷ്യൻ യഹോവ ഭക്തനായിരുന്നു, വളരെ നല്ല മനുഷ്യനായിരുന്നു, പക്ഷേ ഏറെ കടബാധ്യതകളുള്ളവനായിരുന്നു. എലീശ പ്രവാചകന്റെ ശിഷ്യൻ മരണവാർത്ത അറിഞ്ഞ് എലീശ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സ്ത്രീ, അവന്റെ ഭാര്യ വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്നവൾ നിലവിളിച്ചുകൊണ്ട് എലീശ പ്രവാചകനോട് പറയാണ്, നിനക്കറിയാമല്ലോ എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, യഹോവ ഭക്തനായിരുന്നു, അവിടുത്തെ ശിഷ്യനായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം മരിച്ചുപോയി. മരണദുഃഖം. 2 വിശ്വാസത്തിലെ ചോദ്യങ്ങൾ. മൂന്നാമതായിട്ട് പറയാണ്, കടക്കാർ വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ്. എല്ലാ വശത്തും കൂടി പ്രതിസന്ധികളാണ്. പൊട്ടിക്കരയുന്ന സ്ത്രീയോട് 4-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തില് എലീശ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കുടുംബ ജീവിതത്തിലായിരിക്കുന്ന നമ്മളോടെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സന്ധിയിൽ ചോദിക്കുന്നത്. 2-ാം വാക്യം പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം, പറയുക, നിന്റെ വീട്ടിൽ എന്താണ് ഉള്ളത് എന്ന്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇന്ന് നമ്മളോടുള്ള ചോദ്യമാണ്. ഹൗ കെൻ ഐ ഹെൽപ്പ് യു? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം, പറയുക, നിന്റെ വീട്ടിൽ എന്താണുള്ളത്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഏറെയുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത്? അങ്ങനെയെങ്കിൽ ഗബ്രിയേൽ നമ്മുടെ അടുക്കൽ ഒന്ന് ചോദിക്കുന്നത് ഓർത്ത് നോക്കുകയോ ഒന്ന് വെറുതെ സങ്കല്പിച്ച് നോക്കുകയോ, വലിയൊരു ലിസ്റ്റ് തന്നെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചാൽ അവിടെ ദൂതൻ ഇവിടെ ഓടി രക്ഷപ്പെടുന്ന പോലെ നമ്മുടെ കയ്യിൽ വലിയൊരു ലിസ്റ്റ് ഉണ്ട്. കർത്താവേ, എനിക്ക് ഇന്നത് വേണം, കർത്താവേ എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത് വേണം. 2ാമത്തെ ചോദ്യം വളരെ പ്രസക്തമാണ്. പറയുക, വീട്ടിൽ നിനക്ക് എന്താണ് ഉള്ളത് എന്ന്. ഇന്ന് സന്ധ്യയിൽ കർത്താവിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്, വീട്ടിൽ നിനക്ക് എന്താണുള്ളത് എന്ന്. താരതകളുടെ ഉപമയിൽ നിങ്ങൾക്കുള്ളതെല്ലാം കൊണ്ടുവരിക എന്ന് പറഞ്ഞ യജമാനെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ എന്താണ് വെക്കാനുള്ളത്? നീ ഏകനായി നടക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ ഇവിടെ നിന്ന് തന്ന ദൈവം, നീ ബാല്യത്തിലായിരുന്നപ്പോൾ കൈപിടിച്ച് നടത്തിയ ദൈവം, യൗവനത്തിൽ വഴികാട്ടിയായി കൂടെയിരുന്ന ദൈവം, ജോലി ആഗ്രഹിച്ചപ്പോൾ ജോലി തന്ന ദൈവം, കുടുംബജീവിതം ആഗ്രഹിച്ചപ്പോൾ കുടുംബജീവിതം തന്ന ദൈവം, മക്കളെ ആഗ്രഹിച്ചപ്പോൾ മക്കളെ തന്ന ദൈവം, ഭവനം ആഗ്രഹിച്ചപ്പോൾ ഭവനം തന്ന ദൈവം,
സകലവും ചമച്ചവൻ നമ്മളോട് ചോദിക്കുകയാണ്, നീ ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായിട്ട് ഞാൻ നിനക്ക് നൽകിയില്ലേ? എന്നിട്ട് കൊണ്ടുവരിക. നിനക്ക് എന്താണ് നിന്റെ കയ്യിലുള്ളത് എന്ന്. പ്രിയമുള്ളവരെ, ഒരു അപ്പനായി, കുടുംബനാഥനായി, അമ്മയായി, കുടുംബത്തിലെ കുടുംബനാഥയായി, മക്കളായി, കുടുംബത്തിലെ ഉത്തരവാദിത്തമുള്ള യുവാക്കന്മാരായിരിക്കുമ്പോൾ കർത്താവ് ചോദിക്കുക, നിനക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ അവകാശം നീ എങ്ങനെയാണ് കുടുംബത്തിൽ പാലിക്കുന്നത്? നിന്നെ ദേവാലയത്തിൽ ആക്കിയിരിക്കുന്ന അവകാശം, ഒരു ക്രിസ്ത്യാനി എന്ന അവകാശം നീ എങ്ങനെയാണ് ദേവാലയത്തിൽ പൂർത്തീകരിക്കുന്നത്? നിന്റെ ക്രിസ്ത്യാനിറ്റി നീ സമൂഹത്തിൽ എങ്ങനെയാണ് കാണിക്കുന്നത്? കൊണ്ടുവരിക. പറയുക നിന്റെ വീട്ടിൽ എന്താണ് യഥാർത്ഥത്തിലുള്ളത് എന്ന്. ഇവിടെ അവൾ മറുപടിയായിട്ട് പറയാണ്, ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ കയ്യിൽ മറ്റൊന്നുമില്ല. എലീശ പ്രവാചകൻ മറുപടിയായിട്ട് പറയാണ്, നീ അയൽപക്കത്ത് ചെല്ലുക, നിന്റെ മക്കളോട് പറയാ വെറുപാത്രങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവരാൻ. ആ കുഞ്ഞുങ്ങൾ അയൽപക്കത്ത് ചെന്ന് വെറുപാത്രങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ പറയാണ്, നീ അകത്ത് കയറുക, നിന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് അകത്ത് കയറുക, നീ അവർക്ക് പകർന്നു കൊടുക്കുക, നിന്റെ മക്കൾ പാത്രം പിടിക്കട്ടെ. പ്രവാചകന്റെ ശബ്ദം കേട്ട് മക്കൾ പാത്രം പിടിക്കുകയും അമ്മ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേൾക്കുന്നത്. അകത്ത് കയറി വാതിലടച്ച് എന്താണോ നമ്മൾ നമ്മുടെ മക്കളുടെ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്? നമ്മളെല്ലാം ആത്മീയന്മാരാണ്, നമ്മളെല്ലാം വിശ്വാസികളാണ്, നമ്മളെല്ലാം പുറത്തിറങ്ങുമ്പോൾ അതിമാന്യന്മാരാണ്. പകൽ മാന്യന്മാർ മാത്രമാണോ? നമ്മുടെ എല്ലാം പ്രശ്നം രക്തസാക്ഷികളല്ല. സഭകൾക്ക് ആവശ്യം ശക്തിയുള്ള, സാക്ഷ്യമുള്ള കുടുംബജീവിതങ്ങളാണ്. കാരണം മൂല്യച്യുതിയുടെ മലവെള്ള പാച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. മൂല്യച്യുതിയുടെ മലവെള്ള പാച്ചിലിൽ ഒരു തടശ്ശീല പോലെ നിൽക്കുവാൻ മൂല്യബോധമുള്ള മാതാപിതാക്കൾ ഭവനങ്ങളിൽ ഉണ്ടോ എന്ന് നാം തന്നെ നമ്മളോട് ചോദിക്കണം. നീ അകത്ത് കയറി വാതിലടയ്ക്കുന്ന യഥാർത്ഥത്തിലുള്ള ഒരു അപ്പനാരാണെന്ന് മക്കളോട് ചോദിക്കണം. യഥാർത്ഥത്തിലുള്ള അമ്മയാരാണെന്ന് മക്കളോട് ചോദിക്കണം. കാരണം അകത്ത് കയറി വാതിലടച്ചു കഴിഞ്ഞ് നീ എന്താണോ നിന്റെ മക്കളുടെ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്, എന്താണോ മക്കളുടെ മുന്നിൽ മാതൃക കാണിക്കുന്നത്, അത് മാത്രമാണ് നമ്മുടെ മക്കൾ ആവർത്തിക്കുന്നത് എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അങ്ങനെ എണ്ണ നിറഞ്ഞു കഴിഞ്ഞു, പാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, പാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു എന്ന്. പാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എണ്ണയുടെ വരവും നിന്നുപോയി. പാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ അവകാശങ്ങളെ ദൈവം നടപടിയായിട്ട് തരുന്നത് എന്ന്. നിത്യതേജസ്സിന്റെ കലമോർക്കുമ്പോൾ ചില കഷ്ടതകളൊക്കെ സാരമില്ലാന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിളിച്ചു വരുത്തുന്ന പ്രതിസന്ധികളാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അകത്ത് കയറി വാതിലടയ്ക്കുന്ന യഥാർത്ഥത്തിലെ അപ്പൻ. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ എല്ലാം ഏറ്റവും വലിയ പരാതി എന്താണ്? ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയൊരു ജീവിതമല്ലായിരുന്നു ഞാൻ ആഗ്രഹിച്ചതെന്ന് പലപ്പോഴും സങ്കടപ്പെടുന്നവരാണ് നമ്മൾ. ഇങ്ങനെയൊരു ജീവിതമായിരുന്നില്ല. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ തന്നെയുമല്ല, തക്കതായ തുണയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, ഫാമിലി ഈസ് എ ടീം വർക്ക്. ഫാമിലി ഈസ് എ ടീം വർക്ക്. TEAM 4 അക്ഷരമാണ്. Together everyone achieves more. Together everyone achieves more. ഒന്ന് ചേർന്ന് എല്ലാവരും കൂടെ ചേരുമ്പോൾ മാത്രമാണ് നല്ലൊരു കുടുംബം എന്ന കുടുംബത്തെ പറയാൻ സാധിക്കുന്നത്. പലപ്പോഴും വ്യക്തിപരമായി നോക്കിയാൽ കുടുംബത്തിലെ എല്ലാവരും നല്ലതായിരിക്കും. എല്ലാ വഴക്ക് നടക്കുന്ന കുടുംബത്തിലെയും വ്യക്തിപരമായിട്ട് അപ്പനെ നോക്കിയാൽ സൂപ്പർ, അമ്മയെ നോക്കിയാൽ സൂപ്പർ, മക്കളെ നോക്കിയാൽ അതിനേക്കാൾ സൂപ്പർ. പക്ഷെ 4 പേരോടെ ചേർന്നാൽ ഭയങ്കര വഴക്ക്. എന്താ കാര്യം? ഈ ഗാനമേള കണ്ടിട്ടുണ്ട്? ഈ പണ്ടൊക്കെ ഗാനമേള തുടങ്ങുന്നതിന് മുമ്പ്, കട്ടൻ ഉയർത്തുന്നതിന് മുമ്പ് ഓരോ ഇൻസ്ട്രുമെന്റിൽ വായിക്കുന്നവരും അവരവരുടെ ഇൻസ്ട്രുമെന്റ് ഒന്ന് മുറിയും, അനക്കും. ആദ്യം വയലിൻകാരനൊന്ന് അനക്കും, അപ്പൊ ഒരു ശബ്ദം കേൾക്കും. അത് കഴിയുമ്പോൾ ഒരു പരിചയമില്ലാത്ത മറ്റൊരു ശബ്ദം തബല, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഓടക്കുഴൽ, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഓർഗൻ, അങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കുറെ ശബ്ദങ്ങൾ കേൾക്കും. എന്നാൽ കർട്ടൻ ഉയർന്നു കഴിയുമ്പോൾ, ഗാനമേള ആരംഭിച്ചു കഴിയുമ്പോൾ, പാട്ടുകാരനോടൊപ്പം ഈ ഉപകരണങ്ങളെല്ലാം ഒരേ താളത്തിലും ഒരേ ശബ്ദത്തിലും ഒരേ രാഗത്തിലും ശ്രുതി മധുരമായ ഗാനാലാപനം നടത്തുമ്പോൾ മാത്രമാണ് ആ ഗാനമേള സുഗമമായും സുന്ദരമായും തീരുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെല്ലാം വ്യത്യസ്തമായ ഉപകരണങ്ങളാണ്.
അപ്പന് ചിലപ്പോൾ വയലിന്റെ ശബ്ദമായിരിക്കും, അമ്മയ്ക്ക് ചിലപ്പോൾ തബലയുടെ ശബ്ദമായിരിക്കും, മക്കളെല്ലാം വ്യത്യസ്തരായിരിക്കും. എന്നാൽ കുടുംബജീവിതം എന്നൊരു കർട്ടൻ ഉയർന്നു കഴിയുമ്പോൾ, ഒരു കുടുംബത്തിന്റെ കർട്ടൻ ഉയർന്നു കഴിയുമ്പോൾ അവിടെ ഒറ്റ ശബ്ദവും ഒറ്റ താളവും ഒറ്റ രാഗവും മാത്രവുമാകുമ്പോഴാണ്, ഒറ്റ ശബ്ദത്തിൽ പാടുമ്പോഴാണ് ക്രിസ്തു ഈ കുടുംബത്തിന്റെ നാമനെന്ന് എഴുതി വെക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഈ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, പറയുക നിന്റെ വീട്ടിൽ എന്താണ് ഉള്ളത്? ഇന്ന് കർത്താവ് നമ്മളെ എല്ലാവരെയും ഓരോ കൂടുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം വിശ്വസ്തരായ നമുക്ക് ഓരോ കൂടുകളെ നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു വേടൻ ഇങ്ങനെ കാട്ടിൽ കൂടെ നടന്നു പോവാം. കാട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു മരത്തിന്റെ കൊമ്പിൽ നിന്ന് വല്ലാതെ കിളി കരയുന്ന ശബ്ദം കേൾക്കുക. ഈ കിളി കരയുന്നത് പേടിച്ച് ഭയന്നാണ്, ഭയങ്കരമായി ശബ്ദം ഉണ്ടാക്കുകയാണ്. ഈ ഭയങ്കരമായി കിളി എന്തിനാണ് കരയുന്നതെന്ന് അറിയാൻ വേടന മരത്തിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. മരത്തിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കിളി ഇരിക്കുന്ന കൊമ്പില് ഒരു കിളിക്കൂടുണ്ട്. ഈ കിളിക്കൂടിനടുത്ത് കുഞ്ഞിക്കിളികളുടെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കുഞ്ഞിക്കിളികളുടെ ശബ്ദം കേൾക്കുന്നതോടൊപ്പം തന്നെ എന്തിനായിരിക്കും ഈ കിളി പേടിച്ച് കരയുന്നതെന്ന് നോക്കിയപ്പോൾ ഈ മരത്തിന്റെ മുകളിലേക്ക് ഒരു വലിയ പാമ്പ് ഇഴഞ്ഞിഴഞ്ഞ് കയറി പോവുകയാണ്. ഈ കിളിക്ക് നല്ല ബോധ്യമുണ്ട്, ഈ പാമ്പ് മുകളിൽ ചെല്ലും, തന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു തിന്നും. ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കിളി പ്രാണരക്ഷാർത്ഥം കരയുന്നത്. പക്ഷെ ആരും അതിനെ രക്ഷിക്കാൻ കടന്നു വരുന്നില്ല. വേടനും അതിനെ രക്ഷിക്കാൻ കടന്നു ചെന്നില്ല. ചിന്തിച്ചിരിക്കുന്ന നേരം കൊണ്ട് കിളി പറന്നുപോയി. ഈ പറന്നുപോയ കിളിയെ കുറിച്ച് വേടൻ ചിന്തിക്കുകയാണ്, ഒരു കിളിക്ക് തന്റെ കുഞ്ഞുങ്ങളോട് ഇത്ര മാത്രമേ ആത്മാർത്ഥതയുള്ളോ എന്ന്, ഇത്രമാത്രം ആത്മാർത്ഥതയുള്ളോ എന്ന് ചിന്തിക്കുന്ന നേരം കൊണ്ട് തന്നെ കിളി തിരികെ പറന്നു വരിക. കിളി ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ കിളിയുടെ കൊച്ചു ചുണ്ടില് കുറച്ച് കൊച്ചിലകൾ കൊത്തിപ്പറക്കിക്കൊണ്ടാണ് വരുന്നത്. വന്ന കിളി കൂട്ടിലേക്ക് ഇലകൾ കൊണ്ട് പൊതിഞ്ഞു വെച്ചു. എന്നിട്ട് പറന്ന് അപ്പുറത്തെ മരത്തിൽ പോയിരുന്നു. അപ്പുറത്തെ മരത്തിന്റെ കൊമ്പിലിരുന്ന് വളരെ സമാധാനത്തോടുകൂടി ബഹളങ്ങളില്ല, ഭയമില്ലാതെ കിളി തന്റെ കൂട്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ശാന്തമായിട്ടിരിക്കുകയാണ്. വേടനൊന്നും മനസ്സിലാകുന്നില്ല. വേടൻ പാമ്പിനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിവേഗത്തിൽ പാമ്പ് ഉയരത്തിലേക്ക് പോവുകയാണ്. പോയതിനേക്കാൾ വേഗത്തിൽ പാമ്പ് ഇറങ്ങി ഓടുന്നത് കണ്ടു. വേടന് കാര്യം മനസ്സിലായില്ല. കിളി തിരിച്ച് പാമ്പ് പോയി എന്ന് ഉറപ്പുവരുത്തി കൂട്ടിൽ വന്ന് കൂട്ടിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഇലകളെ കൊത്തി താഴേക്കിട്ട് കൊച്ചു കിളികളോട് കാര്യം പറഞ്ഞു തുടങ്ങി. വേടനും പാമ്പ് പോയി എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ മരത്തിന്റെ താഴേക്ക് വന്നു. എന്തിനായിരിക്കാം ഈ പാമ്പ് ഭയം ഓടിപ്പോയത്? വേടൻ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ആ ഇലകളവിടെ കിടക്കുന്നത് കണ്ടത്. തന്റെ കയ്യിൽ ആ ഇലകളെടുത്തു. ഇലകളൊന്ന് കയ്യിലെടുത്ത് മണത്ത് നോക്കിയപ്പോൾ നമുക്കറിയാം പാമ്പിന് വിരോധമായി മണങ്ങളുള്ള കായവും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ആവശ്യത്തിലേറെ വേണ്ടി ചുറ്റും നമുക്ക് പറ്റുന്നത് പോലൊക്കെ ഒഴിക്കുന്നതല്ല. അപ്പൊ കാട്ടിൽ എന്തെല്ലാം ചെടികൾ ഉണ്ടാകാം. കിളി തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വമായി ഇലകളെ കൊത്തിക്കൊണ്ടുവന്നാണ് തന്റെ കൂടിനെ പൊതിഞ്ഞു വെച്ചത്. പ്രിയമുള്ളവരെ, ഒരു കൊച്ചു കിളിക്ക് ഇത്രത്തോളം യുക്തി ഈ കഥയുടെ അവസാനത്തിലുണ്ടെങ്കിൽ കർത്താവ് നമ്മളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന കൂടുകൾ, ദൈവത്തിന്റെ മക്കള്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികള് ഒന്നിച്ച് ചേരുമ്പോൾ ഈ കൂടുകളെ പൊതിഞ്ഞു വെക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഭാഷയുണ്ടാകണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം ഉണ്ടാകണം. സഹോദര ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാൻ, ദേവാലയത്തിൽ വിശ്വാസികളുടെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാൻ പരിശുദ്ധാത്മാവുള്ളവന് മറ്റുള്ളവരുടെ പരിശുദ്ധാത്മാവിനെ കാണാൻ സാധിക്കും. അതിന് ഉദാഹരണമാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഭയന്നിരിക്കുമ്പോൾ മറിയാമിന്റെ അടുക്കിലേക്ക് ദൈവത്തിന്റെ ദൂതൻ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മറിയാം ചോദിക്കുകയാണ്, അയ്യോ ഇതെങ്ങനെ സംഭവിക്കും? 35-ാം വാക്യത്തിൽ ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം വിശുദ്ധ പ്രജയായി തീരും. നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കുടുംബങ്ങളിൽ അപ്പന്റെ വായിൽ നിന്ന്, അമ്മയുടെ വായിൽ നിന്ന്, മക്കളുടെ വായിൽ നിന്ന്, ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്നതെല്ലാം വിശുദ്ധമായി തീരണമെങ്കിൽ എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അംശം കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ കാണുമ്പോൾ, സഹോദരങ്ങളെ കാണുമ്പോൾ, ദേവാലയത്തിലുള്ളവരെ കാണുമ്പോൾ, ചുറ്റിലുമുള്ളവരെ കാണുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഫീൽ ചെയ്യണമെങ്കിൽ പരിശുദ്ധ മറിയാം മലനാട്ടിലേക്ക് ബന്ധപ്പെട്ട് കടന്നു ചെല്ലുകയാണ്. മറിയാമിന്റെ മന്ത്രസ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രജ കുതിച്ചു ചാടുകയാണ്. കാരണം എന്തായിരുന്നു? മറിയാമിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വന്ദന ശബ്ദം എലിസബത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ യോഹന്നാൻ എന്ന പൈതൽ പോലും തിരിച്ചറിഞ്ഞെങ്കിൽ എന്റെ സഹജീവിയെ കാണുമ്പോൾ, എന്റെ ജീവിത പങ്കാളിയെ കാണുമ്പോൾ, എന്റെ സഹോദരനെ കാണുമ്പോൾ, എന്റെ ചുറ്റിലുമുള്ളവരെ കാണുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണാൻ എനിക്ക് സാധിക്കുന്നില്ല
എന്നിൽ പരിശുദ്ധാത്മാവിന്റെ അംശം കുറവാണ്. പ്രിയമുള്ളവരെ, കുടുംബം ഒരു ടീം വർക്കാണെന്ന് പറഞ്ഞു. നമ്മളെല്ലാം വ്യത്യസ്തമായ ഉപകരണങ്ങളാണെന്ന് പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും കുടുംബങ്ങളിൽ ആരായിരിക്കണം? 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു: രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു എന്ന്. നമ്മൾ കുടുംബത്തിൽ, ദേശത്തിൽ ആരായിരിക്കണം? ഒന്നാമതായി, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകാൻ നമുക്ക് സാധിക്കാറുണ്ടോ? പലപ്പോഴും സമാധാനമുള്ള സ്ഥലത്തൊക്കെ സൗരഭ്യവാസനയാകാൻ നമ്മളോളം നല്ല മനുഷ്യർ വേറെ എവിടെയും ഉണ്ടോ? എന്നാൽ എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരുവാൻ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ എനിക്കും നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കാറുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ സാന്നിധ്യം സൗരഭ്യമുള്ളതാണോ ഇല്ലയോ? ഒരു മനുഷ്യന് 2 തരം റിലേഷൻഷിപ്സ് ഉള്ളതെന്ന് പറയുന്നു. ഒന്നാമത്തേത് ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. 2 ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോടുള്ള ബന്ധം, ഞാൻ എന്റെ സമൂഹത്തിൽ, എന്റെ സഭയിൽ, എന്റെ കൂട്ടത്തിൽ, എന്റെ ഭവനത്തിൽ സൗരഭ്യവാസന പരത്തുന്ന വ്യക്തിയാണോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോടുള്ള ബന്ധം എങ്ങനെയാണ്? അവരവർക്ക് ഇട്ടിരിക്കുന്ന വില എന്താണ്? കുടുംബത്തിൽ നമ്മൾ പലപ്പോഴും പറയും, നിനക്ക് എന്റെ കാശിന് 16 എനിക്കറിയാം, എന്നാൽ ഞാൻ എനിക്കിട്ടിരിക്കുന്ന വില എന്താണ്? അതിൽ 3 തരത്തിലുള്ള ആളുകളുണ്ട് കേട്ടോ. ഒന്നാമത്തെ ആളുകൾ എങ്ങനെയാണെന്നറിയോ? അവര് പള്ളി വന്നാലും വീട്ടിലിരുന്നാലും നാട്ടിലിറങ്ങിയാലും രാജ്യവും ശക്തിയും മഹത്വം ഞാൻ പറയും, എല്ലാവരും അനുസരിച്ച് വേണം. പേജ് നമ്പർ 201 എന്ന് പറയുമ്പോൾ 202 എടുത്ത് വായിക്കും, പിന്നെ വെടിവെച്ച് കൊണ്ടു. അങ്ങനത്തെ ആളുകൾ കുറച്ചു പേര്. അവര് പിന്നെ സൈഡ് കൊടുത്താൽ മതി, ആംബുലൻസ് പോലെ അങ്ങ് പൊയ്ക്കോളും. രണ്ടാമതൊരു കൂട്ടരുണ്ട്, എന്താണെന്നറിയോ? എന്നെ മാത്രം ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവര്. എന്ത് പറഞ്ഞാലും പറയും, അല്ലേലും പറഞ്ഞു എനിക്കറിയാം, എന്നെ മാത്രം ഒന്നിനും കൊള്ളത്തില്ല, എനിക്കറിയാം. ഇത് വലിയ അപകടമുള്ളവരാണ്. അവരാണ് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ. എന്നെ മാത്രം ഒന്നിനും ആര് പറഞ്ഞു? ദൈവത്തിന്റെ രൂപത്തിലും ഛായയെ സൃഷ്ടിച്ചിട്ട് നീ എനിക്ക് വിലയേറിയവരും മാന്യനുമാണ്, നിന്നെ എന്റെ ഉള്ളം കൈ വഹിച്ചിരിക്കുന്നു, നീ വെള്ളത്തിൽ കൂടി നടന്നാൽ നിന്നെ മുക്കിക്കളയുകയില്ല, നീ തീയിൽ കൂടി നടന്നപ്പോൾ വെന്തു പോയിട്ടില്ല എന്ന് പറഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ദൈവം കൂടെ ഉള്ളപ്പോൾ ആരും മാനിച്ചില്ലെങ്കിലും മാനിക്കുന്ന ഒരു ദൈവം ഇല്ലേ? അതുകൊണ്ട് എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ സൃഷ്ടികർത്താവായ ദൈവത്തെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ഓർത്ത് വേണം നമ്മൾ സംസാരിക്കാൻ. എന്നാൽ 3ാമത്തെ കൂട്ടരായി തീരണം നമ്മള്. ദൈവസന്നിധിയിലും മനുഷ്യന്റെ സന്നിധിയിലും ഡിപ്ലോമാറ്റിക് ആയി തീരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയുള്ളവര്. 2ാമത്തെ കൂട്ടരാണ് ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറയും. എനിക്ക് മറ്റുള്ളവരോടുള്ള ബന്ധം എങ്ങനെയാണ്? എനിക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ സാധിക്കാറുണ്ടോ? എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. എനിക്ക് ആരെന്തോ ആയിക്കോട്ടെ, എനിക്കൊന്നും കാണാൻ വലിയ ആഗ്രഹം, അത് നിങ്ങളുടെ കാര്യം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവർ ദോഷം കൂടാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അതരത്തെയും കാത്തുകൊള്ളണം. ദോഷം വിട്ടകന്നോ ഗുണം ചെയ്യണം. ദോഷം വിട്ടകന്നുകൊണ്ട് മാത്രമായില്ല, ഗുണം ചെയ്യാൻ എന്റെ ജീവിതം കൊണ്ട് സാധിക്കാറുണ്ടോ? വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുമെന്ന്. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപ്പായി തീരാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഉപ്പിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ഉപ്പ് നമുക്കെപ്പോഴും രുചിയാണ്. ഈ രുചിയാണ് ഏതൻ മുതലുള്ള നമ്മുടെ വീഴ്ചയ്ക്ക് കാരണം. ഉപ്പിന്റെ ആദ്യത്തെ ഗുണം എന്താണെന്നറിയോ? ഉപ്പിന് ലയിച്ചു ചേരാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളതാണ്. ഉപ്പ് ഏത് വസ്തുവിലേക്ക് ഇട്ടാലും ആ വസ്തുവുമായി ലയിച്ചു ചേരാൻ അതിന് സാധിക്കും. എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ ആയിരിക്കുന്ന സ്ഥലവുമായി ലയിച്ചു ചേരാൻ, ആയിരിക്കുന്ന ജീവിത പങ്കാളിയുമായി, ലഭിച്ചിരിക്കുന്ന മക്കളുമായി, ലഭിച്ചിരിക്കുന്ന മരുമക്കളുമായി, ലഭിച്ചിരിക്കുന്ന അവകാശങ്ങളുമായി ലയിച്ചു ചേരാൻ എനിക്ക് സാധിക്കാറുണ്ടോ? പലപ്പോഴും സാധിക്കാത്തതിന് കാരണം എന്താണെന്നറിയോ? നമ്മളെല്ലാം എക്സ്പെക്ടേഷന്റെ മൗണ്ടൈനിലാണ് നിൽക്കുന്നത്. നമ്മളെന്തോ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് കിട്ടിയതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ലയിച്ചു ചേരാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ലെന്നുള്ളതാണ്.
10ഉം 40ഉം വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഒരാളോട് ചോദിച്ചാൽ പോലും പറയും, മക്കളെ കല്യാണം കഴിഞ്ഞിട്ട് 40 വർഷമായി, എങ്കിൽ പോലും നമ്മൾ പറയും മോനെ എന്ത് നല്ല ആലോചന എനിക്ക് ഒന്നാന്നറിയോ, എനിക്ക് ഇയാളുടെ കൂടെ ഈ പുല്ലും കൂടെ കിടക്കാനായിരുന്നു എന്റെ വിധി എന്ന് പറയും. 40 വർഷമായി ഒന്നിച്ച്